നമസ്കാരം. ലോക കോടീശ്വരനായ ഇലോൺ മസ്കിന് അമേരിക്കയിൽ ഇപ്പോൾ വലിയ സ്വാധീനമാണുള്ളത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്ത അനുയായിയായ മസ്കിന് ഇപ്പോൾ അമേരിക്കൻ സർക്കാരിൻ്റെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട സമിതിയുടെ തലപ്പത്ത് പോലും എത്താൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ വിരുദ്ധ ചേരിയിലുള്ള ചൈനയിലും മസ്കിന് അസാമാന്യമായ സ്വാധീനമാണ് എന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മസ്കിൻ്റെ കമ്പനിയായ ടെസ്ല നിർമ്മിക്കുന്ന കാറുകളെക്കുറിച്ച് ആരെങ്കിലും പരാതി പറഞ്ഞാൽ അവരെല്ലാം കോടതി കയറ്റുന്നതാണ് ഇപ്പോൾ ടെസ്ല കമ്പനി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ടെസ്ല കമ്പനി നിർമ്മിച്ച് പുറത്തിറക്കിയ പല കാറുകൾക്കും നിലവാരമില്ല എന്ന പരാതി ഉയർന്നിരുന്നു. ചൈനയിൽ തന്നെ പല ആളുകളും ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ അവരെ എല്ലാവരെയും കോടതി കയറ്റിയാണ് ടെസ്ല കമ്പനി പ്രതികാരം വീട്ടിയത്. സാങ് യാസ് ഹു എന്ന യുവതിയാണ് ഏറ്റവും ഒടുവിൽ കമ്പനിയുടെ ഇത്തരത്തിലുള്ള നിയമ നടപടിക്ക് വിധേയയായത്. സാങ് അവരുടെ കുടുംബമൊത്ത് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവരുടെ പിതാവാണ് കാർ ഓടിച്ചിരുന്നത്. പെട്ടെന്ന് അച്ഛൻ പരിഭ്രാന്തനായത് കണ്ട് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാറിന് ബ്രേക്കില്ല എന്നായിരുന്നു. തുടർന്ന് 2 കാറുകളിൽ തട്ടിയ ശേഷം അവർ സഞ്ചരിച്ചിരുന്ന കാർ ഒരു കോൺക്രീറ്റ് മതിലിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സാങ് കമ്പനിയെ സമീപിക്കുകയും ഇതേക്കുറിച്ച് പരാതി പറയുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ കമ്പനിയാകട്ടെ ഇവരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന ശക്തമായ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. അവരുടെ അച്ഛൻ നിശ്ചിത അകലം മുന്നേ പോയ വാഹനങ്ങളിൽ നിന്ന് പാലിച്ചില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കമ്പനി മുന്നോട്ട് നിരത്തിയിരുന്നു. ഇതേ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലും പരസ്യമായുമൊക്കെ തന്നെ സാങ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കമ്പനിയുടെ ഷോറൂമിന് മുന്നിൽ ഈ കാർ പ്രദർശിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ടെസ്ല ഇവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തത്. ടെസ്ല ഈ കേസിൽ വിജയിച്ചു. സാങ്ങിനോട് കോടതി ടെസ്ലയ്ക്ക് $23,000 നഷ്ടപരിഹാരം നൽകണമെന്നും പരസ്യമായി മാപ്പ് പറയണമെന്നുമായിരുന്നു വിധിച്ചിരുന്നത്. കേസിൽ ഇപ്പോൾ മേൽക്കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട്. കേസ് ആ അപ്പീൽ കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ ഇത് ആദ്യ സംഭവമല്ല എന്നാണ് ഇപ്പോൾ പ്രമുഖ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഇത് സംബന്ധിച്ച നിരവധി അന്വേഷണങ്ങൾ ചൈനയിൽ നടത്തിയിരുന്നു. അതനുസരിച്ച് കിട്ടിയ വിവരങ്ങളനുസരിച്ചാണെങ്കിൽ നിരവധി കാറുടമകളുടെ പേരിൽ ടെസ്ല കേസ് കൊടുക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ കാറുകളെ വിമർശിച്ച 6 ഉപഭോക്താക്കളുടെ പേരിൽ ഇവർ കേസ് കൊടുക്കുകയും ആ കേസുകളിലൊക്കെ തന്നെ വിജയിക്കുകയും ചെയ്തിരുന്നു. ടെസ്ല കമ്പനി ചൈനയിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 11ഓളം കേസുകളിലാണ് ഇത്തരത്തിൽ ഉപഭോക്താക്കൾക്കെതിരെ ഇവർക്ക് വിജയം നേടാൻ കഴിഞ്ഞത് എന്നും വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വാഹന നിർമ്മാണ കമ്പനികൾ അവർക്കെതിരെ ഏതെങ്കിലും ഉപഭോക്താക്കൾ പരാതി പറഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുക്കുന്ന പതിവ് ഉള്ളതല്ല. എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ടെസ്ല കമ്പനിക്കും പ്രത്യേകിച്ച് ഇലോൺ മസ്കിനും അസാമാന്യമായ സ്വാധീനമാണുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രധാന നേതാക്കളെയൊക്കെ തന്നെ തൻ്റെ വശത്താക്കാൻ ഇലോൺ മസ്കിന് ഇതിനോകം തന്നെ കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയിൽ ഇവർക്കെതിരെ ഒരു തരത്തിലുമുള്ള നടപടിയും എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളതെന്നാണ് അസോസിയേറ്റഡ് പ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ചൈനയിലെ പ്രമുഖ മാധ്യമങ്ങളിലൊന്നും തന്നെ മസ്കിൻ്റെ കമ്പനികൾക്കെതിരെ ഇപ്പോൾ വാർത്തയും വരാറില്ല. മാധ്യമ മേധാവികളെയൊക്കെ തന്നെ കമ്പനി ഇതിനോടകം തന്നെ സ്വാധീനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അമേരിക്കയിലെ പോലെ തന്നെ ചൈനയിലും തൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ ഇലോൺ മസ്കിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ചൈനയിലെ ഇരുമ്പ് മറ എന്നറിയപ്പെടുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളറകളിൽ പോലും നുഴഞ്ഞു കയറി ചെന്ന് അവരെ സ്വാധീനിക്കാനും അവരെ തൻ്റെ വശത്താക്കാനും മസ്കിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും കഴിഞ്ഞു എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല. ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ കാറുകൾ വാങ്ങുന്നവർ ഇത്തരത്തിൽ ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരസ്യ പ്രസ്താവന നടത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്ത കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരും നിയമക്കുരുക്കിൽ കുടുങ്ങും എന്നുള്ളതിൻ്റെ ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ചൈനയിലെ കോടതി വിധികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.